സ്നേഹമുള്ള കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കാൻ പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ജീവിതത്തിൽ വിശുദ്ധി എന്നും കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിച്ച ഒരു പുരോഹിതനെ കുറിച്ചാണ്. CMI സന്യാസ സഭാംഗമായ ദൈവദാസൻ കനീസിയൂസ് അച്ഛൻ 1914 ജനിച്ച് 1998 വർഷം മരിച്ച് ദൈവേഷ്ടം അതുമാത്രം അത് മുഴുവൻ എന്ന ആപ്തവാക്യവുമായി ജീവിച്ച ഒരു വിശുദ്ധ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു ദൈവദാസൻ കനീസിയൂസ് അച്ഛൻ. റോമിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപരിപഠനം നടത്തുകയും അതോടൊപ്പം തന്നെ അതുവഴി ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ബൈബിൾ വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയായി തീർന്ന ദൈവദാസൻ കനീസിയൂസ് അച്ഛൻ വചനത്തെ ഏറെ സ്നേഹിക്കാനും ആ വചനത്തെ ധ്യാനിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും ആഗ്രഹിച്ച ഒരു വിശുദ്ധനായ മനുഷ്യൻ. നാം ഇന്ന് ദൈവദാസൻ കനീസിയൂസ് അച്ഛനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ കനീസിയൂസ് അച്ഛനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. കനീസിയൂസ് അച്ഛ, ദൈവദാസനായ കനീസിയൂസ് അച്ഛ, ഞങ്ങളെയും വചനം മനസ്സിലാക്കാൻ, തിരുവചനഹിതം അറിഞ്ഞ് ഗ്രഹിച്ച് ജീവിക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്ന് നമുക്ക് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അധ്യായങ്ങൾ 1, 2, 3 എന്നിവയാണ്. നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇഗ്നൈറ്റ് ബൈബിൾ ക്വിസ്. സ്നേഹമുള്ള കൂട്ടുകാരെ, ഇന്നത്തെ ചോദ്യങ്ങൾ വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധാപൂർവം ആ ചോദ്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താനായി പരിശ്രമിക്കുമല്ലോ. നമുക്ക് ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. ഒന്നാമത്തെ ചോദ്യം, ആമോസിന്റെ പിതാവ് ആരായിരുന്നു? ഓപ്ഷൻ എ ആസ, ഓപ്ഷൻ ബി മനാസെ, ഓപ്ഷൻ സി സോളമൻ, ഓപ്ഷൻ ഡി ഓസിയ. എല്ലാവരും ചോദ്യം ശ്രദ്ധിച്ചു കേട്ടുവല്ലോ. നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ എത്ര തലമുറകളാണ് ഉള്ളത്? ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 11, ഓപ്ഷൻ ഡി 14. മൂന്നാമത്തെ ചോദ്യം, ശിശുവിന് യേശു എന്ന പേര് നൽകിയത് ആരാണ്? ഓപ്ഷൻ എ മാലാഖ, ഓപ്ഷൻ ബി ജോസഫ്, ഓപ്ഷൻ സി സഖറിയ, ഓപ്ഷൻ ഡി മാതാവ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. നാലാമത്തെ ചോദ്യം, ജ്ഞാനികൾക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നത് ഏത്? ഓപ്ഷൻ എ കിഴക്ക് കണ്ട നക്ഷത്രം, ഓപ്ഷൻ ബി ആട്ടിടയന്മാർ, ഓപ്ഷൻ സി ഹെറോദേസ് രാജാവ്, ഓപ്ഷൻ ഡി പ്രവാചകന്മാർ. അഞ്ചാമത്തെ ചോദ്യം, സന്താനങ്ങളെ കുറിച്ച് കരയുന്നത് ആര്? ഓപ്ഷൻ എ ജെറേമിയ, ഓപ്ഷൻ ബി റാഹേൽ, ഓപ്ഷൻ സി സഖറിയ, ഓപ്ഷൻ ഡി യെശയ്യ. ആറാമത്തെ ചോദ്യം, സ്നാപക യോഹന്നാന്റെ പിന്നാലെ വരുന്നവർ കെടാത്ത തീയിൽ കത്തിച്ചു കളയുന്നത് എന്ത്? ഓപ്ഷൻ എ ഗോതമ്പ്, ഓപ്ഷൻ ബി പതിര്, ഓപ്ഷൻ സി ബാർലി, ഓപ്ഷൻ ഡി വൈക്കോൽ. ഏഴാമത്തെ ചോദ്യം തീർച്ചയായും എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതിങ്ങനെയാണ്,
വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 3-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 17, ഓപ്ഷൻ ഡി 20. ഇനി 8-ാമത്തെ ചോദ്യം. അനേകം ഫരിസേയരും സദുക്കായരും യോഹന്നാന്റെ അടുത്ത് വന്നത് എന്തിന്? ഓപ്ഷൻ എ സ്നാനമേൽക്കാൻ, ഓപ്ഷൻ ബി പാപങ്ങൾ ഏറ്റുപറയാൻ, ഓപ്ഷൻ സി അനുഗമിക്കാൻ, ഓപ്ഷൻ ഡി മാനസാന്തരപ്പെടുവാൻ. ഒൻപതാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ജ്ഞാനികൾ അത്യധികം സന്തോഷിച്ചത് എപ്പോൾ? ഓപ്ഷൻ എ യേശുവിനെ കണ്ടപ്പോൾ, ഓപ്ഷൻ ബി നക്ഷത്രം കണ്ടപ്പോൾ, ഓപ്ഷൻ സി ഹെറോദേസ് രാജാവിനെ കണ്ടപ്പോൾ, ഓപ്ഷൻ ഡി ആട്ടിടയന്മാരെ കണ്ടപ്പോൾ. ഇങ്ങനെയാണ് 10-ാമത്തെ ചോദ്യം. ജസ്സയുടെ പിതാവ് ആരായിരുന്നു? ഓപ്ഷൻ എ ദാവീദ്, ഓപ്ഷൻ ബി ഓബദ്, ഓപ്ഷൻ സി ജോസിയ, ഓപ്ഷൻ ഡി ആരാം. ഇപ്പോൾ നമ്മൾ 10 ചോദ്യങ്ങൾ ഈ ഒരു ദിവസം നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 1, 2, 3 അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വേഗം ഈ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതൊരു പേപ്പറിൽ നന്നായി നല്ല കയ്യക്ഷരത്തിൽ എഴുതി, ഭംഗിയായി എഴുതി, എന്നിട്ട് അതൊരു ഫോട്ടോ എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക. ശരിയായി ഉത്തരം തരുന്ന എല്ലാവർക്കും ജെറുസലേം വചന കൂടാരത്തിൽ വെച്ച് സമ്മാനങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇനി അടുത്തത് ചെയ്യാനുള്ളത് ഈ 10 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നു, ഭംഗിയായി എഴുതുന്നു, ഫോട്ടോ എടുക്കുന്നു, അത് വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നു. എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിലെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും വേണ്ടി നമുക്ക് ഒരുങ്ങാം. അടുത്ത ആഴ്ചയിൽ നമ്മൾ എടുത്തിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 4, 5, 6 അധ്യായങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല വിജയാശംസ നേരുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.